ഓപ്ഷൻ ബയേഴ്സ് പണം നഷ്ടപ്പെടുത്തുന്നതിന് മറ്റൊരു കാരണം. ബൈ ചെയ്ത് ലോസിൽ നിൽക്കുന്ന ഒരു പൊസിഷൻ ഇനി തിരിച്ചു വരുമെന്ന് കരുതി ഹോൾഡ് ചെയ്യുന്നതാണ്. 5 മിനിറ്റ് വെയിറ്റ് ചെയ്തു നോക്കാം. 10 മിനിറ്റ് കൂടി. ജസ്റ്റ് ഒരു ബൗൺസ് കിട്ടിയിരുന്നെങ്കിൽ. അവസാനം ലോസ് ഇരട്ടിയായിട്ട് എക്സിറ്റ് ചെയ്യും. ഇവിടുത്തെ പ്രശ്നം എൻട്രി അല്ല, നേരത്തെ എക്സിറ്റ് ചെയ്യാൻ കഴിയാത്തതാണ്. നമസ്കാരം. ഏവർക്കും ഗോൾഡൻ സീഡ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്കു സ്വാഗതം. ഓപ്ഷൻ ബൈ ചെയ്ത ഒരു പൊസിഷൻ ലോസ് ആവുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ഇതിനെ ഓവർകം ചെയ്യാൻ 2 വഴികൾ കാണും. 1. എക്സിറ്റ് ചെയ്ത് ലോസ് അക്സെപ്റ്റ് ചെയ്യാം. 2. തിരിച്ചു കയറുമെന്ന പ്രതീക്ഷയോടെ വെയിറ്റ് ചെയ്ത് നോക്കാം. വെയിറ്റ് ചെയ്യുമ്പോൾ ബ്രെയിൻ താൽക്കാലികമായി ഒരു കംഫോർട്ട് തരും. അതുകൊണ്ടാണ് ബ്രെയിൻ ഇപ്പോഴും പ്രതീക്ഷ തിരഞ്ഞെടുക്കുന്നത്. ലോസ് ചെറിയതായിരിക്കുമ്പോൾ എക്സിറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷേ മിക്ക ആളുകളും അത് ചെയ്യാറില്ല. 5 മിനിറ്റ് വെയിറ്റ് ചെയ്തു നോക്കാമെന്നും പറഞ്ഞിരിക്കും. അപ്പോൾ പ്രീമിയം കുറച്ചുകൂടി താഴെ പോകും. അങ്ങനെ പ്രീമിയം താഴേക്ക് പോയി ഒത്തിരി ലോസാകുമ്പോൾ നമുക്ക് വളരെ വിഷമമാകും. എക്സിറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാകും. ഡബിൾ ലോസായല്ലോ, ഇനി എന്തു ചെയ്യും? ഇനിയും നിന്നാൽ ശരിയാകില്ല. ഫൈനലി ലോസ് വലിയതാകുമ്പോൾ വളരെ പ്രയാസത്തോടെയുള്ള പാനിക് എക്സിറ്റ് ചെയ്യും. എല്ലാ വലിയ നഷ്ടങ്ങളും ഒരു ചെറിയ നഷ്ടമായിട്ടായിരുന്നു ആദ്യം ആരംഭിച്ചത്. പക്ഷെ നമ്മളത് അംഗീകരിക്കില്ല. ഹോപ്പ് എന്നത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. അതുകൊണ്ട് ഹോപ്പ് വരാതിരിക്കാനുള്ള മാർഗങ്ങൾ നോക്കാം. മെത്തേഡ് 1. എൻട്രിക്ക് മുമ്പ് തന്നെ എക്സിറ്റ് എഴുതി വയ്ക്കുക. ട്രേഡ് എടുക്കുന്നതിന് മുൻപ് ഒരു പേപ്പറിൽ എഴുതുക. എന്താണ് എൻട്രി എടുക്കാനുള്ള കാരണം? എവിടെയാണ് എക്സിറ്റ് ലെവൽ? ഒരു റിട്ടേൺ പ്ലാൻ ഇല്ലെങ്കിൽ എല്ലാം ഹോപ്പ് പ്ലാൻ ആകും. മെത്തേഡ് 2. യാതൊരു കാരണവശാലും സ്റ്റോപ്പ് ലോസിൽ മാറ്റം വരുത്തരുത്. സ്റ്റോപ്പ് ലോസ് ഒരിക്കൽ ഫിക്സ് ചെയ്താൽ നമ്മുടെ ഇമോഷൻ കാരണം മാറ്റരുത്. സ്ട്രക്ചറൽ ജെന്യുവിൻലി എന്തേലും ചേഞ്ച് വന്നാൽ മാത്രമേ മാറ്റാവൂ. അതായത് ഹയർ ഹൈ അല്ലെങ്കിൽ ലോവർ ലോ പോലുള്ള ഫോർമേഷൻ ആണെങ്കിൽ സ്റ്റോപ്പ് ലോസ് അപ്ഡേറ്റ് ചെയ്യാം. മെത്തഡ് 3. ഫ്രഷ് ട്രേഡ് ടെസ്റ്റ്. ലോസിലുള്ള പൊസിഷൻ ഹോൾഡ് ചെയ്യുമ്പോൾ സ്വയം ചോദിക്കുക, ഇപ്പോൾ എനിക്ക് ഒരു പൊസിഷനും ഇല്ലായിരുന്നെങ്കിൽ ഇവിടെ ഞാനൊരു പുതിയ ട്രേഡ് എടുക്കുമോ? നിങ്ങളുടെ ഉത്തരം ഇല്ല എന്നാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി എക്സിറ്റ് ചെയ്യുക. ഇനി മെത്തഡ് 4. എൻട്രിക്ക് മുമ്പ് തന്നെ മാക്സിമം അക്സെപ്റ്റബിൾ ലോസ് എത്രയാണെന്ന് ഡിസൈഡ് ചെയ്തു വെക്കുക. അതിൽ വ്യക്തതയുണ്ടെങ്കിൽ ഇമോഷണൽ തീരുമാനങ്ങൾ തടയാൻ കഴിയും. ഹോപ്പ് വീക്കാകുകയും ചെയ്യും. ഇനി അവസാനത്തെ മെത്തേഡ് 5. ലോസ് നോർമലൈസ് ചെയ്യുക. ലോസ് നമ്മുടെ ശത്രുവല്ല. ലോസ് ബിസിനസ് എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് ലോസ് അക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെ ചെയ്യാൻ കഴിയുന്നവനാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ സർവൈവ് ചെയ്യുന്നത്. ഇനിയൊരു സിമ്പിൾ എക്സസൈസ് നോക്കിയാലോ? ഇമ്മീഡിയറ്റ് എക്സിറ്റ് പ്രാക്ടീസ് എക്സസൈസ്. ഒരാഴ്ച കൃത്യമായി ഇത് ചെയ്തു നോക്കുക. കൃത്യമായി ആക്സെപ്റ്റബിൾ ലോസ് എഴുതി വച്ചതിനു ശേഷം പൊസിഷൻ എടുക്കുക. പൊസിഷൻ എടുത്ത് സ്റ്റോപ്പ് ലോസ് ഹിറ്റായ നിമിഷം തന്നെ ഒട്ടും ഡിലേ ഇല്ലാതെ എക്സിറ്റ് ചെയ്യുക. മാർക്കറ്റ് പിന്നീട് റിവേഴ്സ് ആയാലും റിഗ്രറ്റ് ഫീൽ ചെയ്യരുത്. നമ്മുടെ ഗോൾ ഇപ്പോൾ പ്രോഫിറ്റ് അല്ല, ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യുകയാണ്. എക്സിറ്റ് ചെയ്യുന്നത് ഒരിക്കലും ഫെയിലിയർ ആകില്ല. എക്സിറ്റ് ചെയ്യാതിരിക്കുന്നതാണ് പലപ്പോഴും വലിയ ഫെയിലിയർ. അതുകൊണ്ട് എക്സിറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് കൃത്യമായി എക്സിറ്റ് ചെയ്ത് നിങ്ങളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുക. ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്താൽ നിങ്ങളുടെ കോൺഫിഡൻസ് പ്രൊട്ടക്റ്റഡ് ചെയ്യപ്പെടും. റിമെമ്പർ, മാസ്റ്റർ ദ മൈൻഡ് ബിഹൈൻഡ് എവറി ട്രേഡ്. ഇവിടെ കൺസിസ്റ്റൻസിയാണ് റിയൽ എഡ്ജ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ഡേഞ്ചറസ് സൈക്കോളജിക്കൽ ട്രാപ്പിനെക്കുറിച്ച് സംസാരിക്കാം. ഒരു നഷ്ടത്തിന് ശേഷം മറ്റൊരു ട്രേഡ് എടുക്കാൻ നമ്മുടെ ബ്രെയിൻ നിർബന്ധിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോഴെങ്കിലും തിരിച്ചു പിടിക്കണം എന്ന ചിന്ത എവിടെ നിന്നാണ് വരുന്നത്? അതുതന്നെയാണ് പല അക്കൗണ്ടുകളെയും സ്ലോ ആയി ഡ്രെയിൻ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്കിത് വളരെ ക്ലിയർ ആയി നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇവിടെ നമ്മൾ സ്ട്രാറ്റജി അല്ല, നമ്മുടെ മൈൻഡ്സെറ്റാണ് സംസാരിക്കുന്നത്. ട്രേഡിംഗിൽ ലോങ് ടേം സർവൈവ് ചെയ്യാനും ഡിസിപ്ലിൻ ബിൽഡ് ചെയ്യാനും ആഗ്രഹമുള്ളവർക്ക് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.